നേര്യമംഗലം കാഞ്ഞിരംവേലിയിൽ കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ വീട്ടുവളപ്പിൽ നടന്ന സംസ്കാര ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ഇന്ദിരയുടെ മൃതദേഹത്തോട് കോൺഗ്രസ് പ്രവർത്തകർ അനാദരവ് കാട്ടിയെന്ന് സഹോദരൻ സുരേഷ് ആരോപിച്ചു. എന്നാൽ പ്രതിഷേധത്തിൽ പരാതിയില്ല എന്നായിരുന്നു ഇന്ദിരയുടെ ഭർത്താവ് രാമകൃഷ്ണന്റെ പ്രതികരണം. കാഞ്ഞിരവേലിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് കാട്ടാനയാക്രമണത്തിൽ ഒരു മരണം സംഭവിക്കുന്നത്. ആ ഞെട്ടലിലാണ് ഒരു നാടൊന്നാകെ ഇന്ദിരയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്. 10 മണിയോടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കോൺഗ്രസ് പ്രവർത്തകർ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്ന ആരോപണവുമായി ഇന്ദിരയുടെ സഹോദരൻ രംഗത്തെത്തി. മൃതദേഹത്തോട് അനാദരവ് കാണിച്ച ഈ ഗുണ്ടായി പാർട്ടിയെ കാണിച്ച പോലീസുകാർ അങ്ങനെ കാണിച്ചു എന്ന് പറയാനില്ല. കാരണം അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മൃതദേഹം അവിടെ വെയിലത്ത് കൊണ്ടുവന്ന് 5-6 മണിക്കൂർ വെച്ചു. അതിനോട് നമുക്ക് യോജിപ്പില്ലായിരുന്നു. UDF നടത്തിയ പ്രതിഷേധമാണ് സർക്കാർ നടപടി വേഗത്തിലാക്കിയതെന്നും പ്രതിഷേധത്തിനെതിരെ പരാതിയില്ലെന്നും ഭർത്താവ് രാമകൃഷ്ണൻ പറഞ്ഞു. ജനത്തിൻ്റെ ഉപകാരമാണത്. ജനത്തിൻ്റെ ഉപകാരം അവിടെ പ്രകടിപ്പിച്ചു. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഗുണങ്ങൾ കിട്ടി. സർക്കാർ നേരിട്ട് വന്ന് ഇടപെട്ടു. എല്ലാ സഹായവും സർക്കാർ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടി. ഇന്നലെയാണ് കൃഷിയിടത്തിലേക്ക് പോയ ഇന്ദിര കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറം വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 ഇടുക്കി.